ഹരേ കൃഷ്ണ. ശ്രീമദ്ഭാഗവതം ചതുർത്ഥസ്കന്ധം 18-ാമത്തെ അധ്യായം. ഇതിൽ 24-ാമത്തെ ശ്ലോകം വരെ എടുത്തു. ബാക്കിയുള്ള ഭാഗങ്ങൾ നമുക്ക് നോക്കാം. അതുവരെയുള്ള ഭാഗങ്ങളൊന്ന് ചൊല്ലി നോക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ്ഭാഗവതേ ചതുർത്ഥസ്കന്ധേ അഥ 18-ോऽധ്യായഃ. മൈത്രേയ ഉവാച. ഇത്തം പ്രഥമഭിഷ്ടൂയ രുഷാ പ്രസ്ഫുരിതാധരം പുനരാഹാവനിർഭീത സംസ്തഭ്യാത്മാനമാത്മന സംനിയച്ഛാഭിഭോ മന്യം നിബോധശ്രാവിതം ച മേ സർവതഃ സാരമാദത്തെ യഥാ മധുകരോ ബുധഃ അസ്മിൻ ലോകേഥവാ മുഷ്മിൻ മുനിഭിസ്തത്വദർശിഭിः ദൃഷ്ടാ യോഗാ പ്രയുക്താശ്ച പുംസാം ശ്രേയപ്രസിദ്ധയേ താനാതിഷ്ഠയ സമ്യഗുപായാൻ പൂർവദർശിതാൻ അവരശ്രദ്ധയോപേത ഉപേയാൻ വിന്ദതേഞ്ജസ താനനാദൃത്യയോ വിദ്വാനർത്ഥാനാരഭതേ സ്വയം തസ്യ വ്യഭിചരന്ത്യർത്ഥ ആരബ്ധാശ്ച പുനഃ പുനഃ പുരാ സൃഷ്ടാ ഹ്യോഷധയോ ബ്രഹ്മണായ വിശാംബതേ ഭുജ്യമാന മയാ ദൃഷ്ട അസദ്ഭിരധൃതവ്രതൈ അപാലിതാനാദൃതാ ച ഭവദ്ഭിർലോകപാലകൈ ചോരീഭൂതേഥ ലോകേഹം യഥാ യജ്ഞാർത്ഥേ ഗ്രസതോഷധീ നൂനം താവീരുധ ക്ഷീണ മയി കാലേന ഭൂയസ തത്ര യോഗേന ദൃഷ്ടേന ഭവാനാദാതും അർഹതി വത്സം കൽപ്പയ മേ വീര യേനാഹം വത്സലാ തവ ധൂക്ഷ്യെ ക്ഷീരമയാൻ കാമാൻ അനുരൂപം ച ദോഹനം ദോഗ്ധാരം ച മഹാബാഹോ ഭൂതാനാം ഭൂതഭാവന അന്നമീപ്സിതമൂർജസ്വദ്ഭഗവാൻ വാഞ്ചതേ യദി സമാം ച കുരു മാം രാജൻ ദേവവൃഷ്ടം യഥാപയഃ അഭർത്താവഭിഭദ്രം തേ ഉപാവർത്തേത മേ വിഭോ ഇതി പ്രിയം ഹിതം വാക്യം ഭുവ ആദായ ഭൂപതി വത്സം കൃത്വാ മനും പാണാവദുഹത് സകലൗഷധീ തഥാപരേ ച സർവത്ര സാരമാദദതേ ബുധാ തതോന്യേ ച യഥാ കാമം ദുദുഃ പൃഥുഭാവിതാം ഋഷയോ ദുദുഹുർദേവീം ഇന്ദ്രിയേഷ്വഥ സത്തമാ വത്സം ബൃഹസ്പതിം കൃത്വാ പയച്ഛന്തോമയം ശുചി കൃത്വാ വത്സം സുരഗണാ ഇന്ദ്രം സോമമദൂദുഹൻ ഹിരണ്മയേന പാത്രേണ വീര്യമോജോ ബലം പയഃ ദൈതേയാദാനവാ വത്സം പ്രഹ്ലാദമസുരർഷഭം വിധായാദൂദുഹൻ ക്ഷീരം മയപ്പാത്രേ സുരാസവം ഗന്ധർവാപ്സരസോധുക്ഷൻ പാത്രേ പത്മമയേ പയഃ വത്സം വിശ്വാവസും കൃത്വാ ഗാന്ധർവം മധുസൗഭഗം വത്സേന പിതരോര്യംണ കവ്യം ക്ഷീരമധുക്ഷത ആമപാത്രേ മഹാഭാഗാ ശ്രദ്ധയാ ശ്രാദ്ധദേവതാഃ പ്രകൽപ്യ വത്സം കപിലം സിദ്ധാഃ സങ്കൽപ്പനാമയീം സിദ്ധിം നഭസി വിദ്യാം ച യേ ച വിദ്യാധരാദയഃ അന്യേ ച മായിനോ മായാമന്തർധാനാദ്ഭുതാത്മനാം മയം പ്രകൽപ്യ വത്സം തേ ദുദുഹുർധാരണാമയീം യക്ഷരക്ഷാംസി ഭൂതാനി പിശാചാഃ പിശിദാശനാഃ ഭൂതേശവത്സാ ദുദുഃ കപാലേ ക്ഷദജാസവം തഥാഹയോ ദന്തശൂകാഃ സർപ്പാനാഗാശ്ച തക്ഷകം വിധായ വത്സം ദുദുഹുർബിലപാത്രേ വിഷം പയഃ പശവോ യവസം ക്ഷീരം വത്സം കൃത്വാ ച ഗോവൃഷം അരണ്യപാത്രേ ചാധുക്ഷൻ മൃഗേന്ദ്രേണ ച ദംഷ്ട്രിണഃ ക്രവ്യാദാഃ പ്രാണിനക്രവ്യം ദുദുഃ സ്വേ കളേബരേ സുവർണവത്സാ വിഹഗാശ്ചരം ചാചരമേവ ച. അടുത്തത് 25-ാമത്തെ ശ്ലോകം. വടവത്സാ വനസ്പതേഃ പൃഥഗ്രസമയം പയഃ ഗിരയോ ഹിമവദ്വത്സാ നാനാധാതുൻ സ്വസാനുഷു വടവത്സാ വനസ്പതേഃ പൃഥഗ്രസമയം പയഃ ഗിരയോ ഹിമവദ്വത്സാ നാനാധാതൂൻ സ്വസാനുഷു. അപ്പോൾ വനസ്പതികൾ, അതായത് പൂക്കാതെ കായ്ക്കുന്ന വൃക്ഷങ്ങളർത്ഥം. അങ്ങനെയുള്ള ആ കാട്ടിലെ വനസ്പതികൾ വടവൃക്ഷത്തെ പൈക്കുട്ടിയാക്കിയിട്ട് ആ വെവ്വേറെ ആ രസമയം ഉൾനീരാകുന്ന ആ പാലിനെ ആ പർവ്വതങ്ങളും പൃഥക് രസമയം വെവ്വേറെ രസമയങ്ങൾ രസമയം ആ ഉൾനീരാകുന്ന
ആ പാലിനെയും. പിന്നെ ഗിരയോ എന്ന് പറഞ്ഞാൽ പർവ്വതങ്ങൾ, ഹിമവാനെ പൈക്കുട്ടിയാക്കിയിട്ട് വത്സ, ഹിമവത് വത്സ, ഹിമവാനെ പശുക്കുട്ടിയാക്കിയിട്ട് നാനാധാതുക്കളെയും സ്വന്തം താഴ്വരകളിൽ പാലായിട്ട് കറന്നെടുത്തു എന്നർത്ഥം. അപ്പോൾ വടവത്സ വനസ്പതയ പൃഥക് രസമയം പയ ഗിരയോ ഹിമവത് വത്സ നാനാധാതൂൻ സ്വസാനുഷു. വനസ്പതയ പൂക്കാതെ കായ്ക്കുന്ന വൃക്ഷങ്ങൾ, വടവത്സാഹ പേരാൽ വൃക്ഷത്തെ വത്സമാക്കിക്കൊണ്ട്, പൃഥക് വെവ്വേറെ, രസമയം ഉൾനീരാകുന്ന, പയഹ പാലിനെയും, ഗിരയഹ പർവ്വതങ്ങൾ, ഹിമവത് വത്സാഹ ഹിമവാനെ പൈക്കുട്ടിയാക്കിക്കൊണ്ട്, സ്വസാനുഷു അതാത് താഴ്വരകളിൽ, നാനാധാതൂൻ പലതരം ധാതുക്കളെയും കറന്നെടുത്തു. ഒന്നും കൂടി പറയാം. വനസ്പതയ പൂക്കാതെ കായ്ക്കുന്ന വൃക്ഷങ്ങൾ, വടവത്സാഹ പേരാൽ വൃക്ഷത്തെ വത്സമാക്കിക്കൊണ്ട്, പൃഥക് വെവ്വേറെ, രസമയം ഉൾനീരാകുന്ന, പയഹ പാലിനെയും, ഗിരയഹ പർവ്വതങ്ങൾ, ഹിമവത് വത്സാഹ ഹിമവാനെ പൈക്കുട്ടിയാക്കിക്കൊണ്ട്, സ്വസാനുഷു അതാത് താഴ്വരകളിൽ, നാനാധാതൂൻ പലതരം ധാതുക്കളെയും കറന്നെടുത്തു. അപ്പോൾ ഇതിലത്തെ അന്വയം വന്നിട്ട് വനസ്പതയ വടവത്സാഹ പൃഥക് രസമയം പയഹ ഗിരയഹ ഹിമവത് വത്സാഹ സ്വസാനുഷു നാനാധാതൂൻ ദുദുഹു എന്നുള്ളതാണ്. ഒന്നുകൂടി പറയാം. വനസ്പതയ വടവത്സ പൃഥക് രസമയം പയഹ ഗിരയഹ ഹിമവത് വത്സാഹ സ്വസാനുഷു നാനാർ ധാതൂൻ. അപ്പോൾ ആ പൂക്കാതെ കായ്ക്കുന്ന വൃക്ഷങ്ങൾ പേരാൽ വൃക്ഷത്തെ വത്സമാക്കിക്കൊണ്ട് വെവ്വേറെ ഉൾനീരാകുന്ന ആ പാലിനെയും, പർവ്വതങ്ങൾ ഹിമവാനെ പൈക്കുട്ടിയാക്കിക്കൊണ്ട് അതാത് താഴ്വരകളിൽ പലതരം ധാതുക്കളെയും കറന്നെടുത്തു. ഇവിടെ പർവ്വതങ്ങളല്ല, ആദ്യം വനസ്പതികൾ പേരാലിനെ വത്സനാക്കിയിട്ട് കട്ടുവമ്ലാതി രസങ്ങളെയും, പർവ്വതങ്ങൾ ഹിമവാന വത്സമാക്കിയിട്ട് താന്താങ്ങളുടെ താഴ്വരകളിൽ ധാതുക്കളെയും കറന്നെടുത്തു എന്നാണ് ഇതിൽ പറയുന്നത്. നോക്കാം. വൃക്ഷങ്ങൾ ആ പേരാൽ മരത്തെ കിടാവാക്കിയിട്ട് മധുരാദി രസങ്ങളെയും, പർവ്വതങ്ങൾ ഹിമാലയത്തെ കിടാവാക്കിയിട്ട് തങ്ങളുടെ താഴ്വര പ്രദേശങ്ങളിൽ സ്വർണാദി ധാതുക്കളെയും കറന്നെടുത്തു. കുറച്ചുകൂടി വിസ്തരിച്ചിട്ട് പറയുമ്പോൾ പുഷ്പം കൂടാതെ തന്നെ ഫലിക്കുന്ന വൃക്ഷങ്ങൾ ആൽവൃക്ഷത്തെ വത്സമാക്കിയിട്ട് രസമയമായിരിക്കുന്ന ക്ഷീരത്തെ അവയുടെ ശരീരമാകുന്ന പാത്രത്തിൽ കറന്നു. പർവ്വതങ്ങൾ ഹിമവാന വത്സമാക്കിയിട്ട് അവരുടെ ആ പ്രാന്തപ്രദേശങ്ങളാകുന്ന പാത്രത്തിൽ പലവിധങ്ങളായിരിക്കുന്ന ഗൈരികാദി സ്വർണ്ണ ആദി ധാതുക്കളെ അവരെ കറന്നെടുത്തു. ഇനി ഇതിലത്തെ വ്യാഖ്യാനത്തിൽ എന്താ പറയണമെന്ന് നോക്കാം. വനസ്പതയോ വടം വത്സം കൃത്വ, വനസ്പതികൾ ആ വടത്തെ ആൽവൃക്ഷത്തെ വത്സമാക്കിയിട്ട് സ്വന്തം ദേഹത്തിൽ രസമയമാകുന്ന പയസ്സിനെ പയോ ദുദുഹു. വനസ്പതയോ വടം വത്സം കൃത്വ, വനസ്പതികൾ ആ വടത്തെ ആൽവൃക്ഷത്തെ വത്സമാക്കിയിട്ട് സ്വന്തം ദേഹമാകുന്ന പാത്രത്തിലെ രസമയം പല വിധത്തിലുള്ള രസങ്ങൾ ആകുന്ന പയോ ആ പാലിനെ ദുദുഹു. വനസ്പതയോ വടം വത്സം കൃത്വ സ്വദേഹേ രസമയം പയോ ദുദുഹു. അതുപോലെ ഹിമാലയം വത്സം കൃത്വ, പർവ്വതങ്ങളാകത്തെ ഹിമാലയത്തെ വത്സമാക്കിയിട്ട് സ്വശിഖരേഷു സ്വന്തം ആ ശിഖരങ്ങളിലെല്ലാം സ്വർണ്ണഗൈരികാദിധാതൂൻ സ്വർണം തുടങ്ങിയിട്ടുള്ള പലവിധത്തിലുള്ള ധാതുക്കളെയും ദുദുഹു കറന്നെടുത്തു.
പർവ്വത ഹിമാലയം വത്സംകൃത്വ, പർവ്വതങ്ങൾ ഹിമാലയത്തെ പൈക്കുട്ടിയാക്കിയിട്ട് സ്വന്തം താഴ്വരകളിൽ സ്വർണ്ണഗൈരികാദി ധാതൂൻ, സ്വർണം വജ്രം തുടങ്ങിയിട്ടുള്ള ധാതുക്കളെ കറന്നെടുത്തു. അത് മൊത്തത്തിലെ വനസ്പതയോ വടം വത്സം കൃത്വ സ്വദേഹേ രസമയം പയോദുദു പർവ്വത ഹിമാലയം വത്സം കൃത്വ സ്വശിഖരേഷു സ്വർണ്ണഗൈരികാദി ധാതൂൻ ദുദുഹു എന്നുള്ളതാണ് അതിലത്തെ വ്യാഖ്യാനമായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ അടുത്ത ശ്ലോകം നമുക്ക് നോക്കാം. സർവേ സ്വമുഖ്യവത്സേന സ്വേ സ്വേ പാത്രേ പൃഥക് പയഃ സർവകാമദുഃഖാം പൃഥ്വീം ദുദുഹു പൃഥുഭാവിതാം. സർവേ സ്വമുഖ്യവത്സേന സ്വേ സ്വേ പാത്രേ പൃഥക് പയഃ സർവകാമദുഃഖാം പൃഥ്വീം ദുദുഹു പൃഥുഭാവിതാം. അങ്ങനെ സർവരും, സർവേ സ്വന്തം മുഖ്യന്മാരെ, സ്വർഗത്തിലെ മുഖ്യന്മാരെ പശുക്കുട്ടിയാക്കി കൽപ്പിച്ചുകൊണ്ട് സ്വമുഖ്യവത്സേന സ്വേ സ്വേ പാത്രേ അവരവരുടേതായിരിക്കുന്ന പാത്രത്തിൽ, അവർക്ക് അനുയോജ്യമായിരിക്കുന്ന പാത്രത്തിൽ പൃഥക് വെവ്വേറെ പാലിനെ കറന്നെടുത്തു. സർവകാമദുഃഖാം പൃഥ്വീം, ആരിൽ നിന്നാണ്? ആ സർവകാമങ്ങളെയും സർവാഭിഷ്ടദായിനിയും ആയിരിക്കുന്ന പൃഥുഭാവിതാം, ആ പൃഥുവിനാൽ സ്വാധീനിക്കപ്പെട്ടവളുമായിരിക്കുന്ന പൃഥ്വിയും, ആ ഭൂമിയിൽ നിന്ന് പാൽ രൂപത്തിൽ എല്ലാറ്റിനെയും കറന്നെടുത്തു ആണ് പറഞ്ഞത്. അടുത്ത പദങ്ങൾ നോക്കാം. സർവേ, ഇങ്ങനെ സർവരും, സ്വമുഖ്യവത്സേന സ്വവർഗത്തിൽ മുഖ്യനായവനെ പൈക്കുട്ടിയാക്കിയിട്ട് കൽപ്പിച്ചുകൊണ്ട് സ്വേ സ്വേ അവരവർക്ക് അനുയോജ്യമായിരിക്കുന്ന പാത്രത്തിൽ പൃഥക് വെവ്വേറെ സർവകാമദുഃഖാം സർവാഭീഷ്ടദായിനിയും പൃഥുഭാവിതാം പൃഥുവിനാൽ സ്വാധീനിക്കപ്പെട്ടവളുമായിരിക്കുന്ന പൃഥ്വിയും ഭൂമിയിൽ നിന്ന് പയഹ പാൽ രൂപത്തിൽ ദുദുഹു കറന്നെടുത്തു. ഒന്നുകൂടി പറയാം. സർവേ, ഇങ്ങനെ സർവരും, സ്വമുഖ്യവത്സേന സ്വന്തം വർഗത്തിൽ മുഖ്യൻ ആയവനെ പൈക്കുട്ടിയാക്കി കൽപ്പിച്ചുകൊണ്ട് സ്വേ സ്വേ അവരവർക്ക് അനുയോജ്യമായ പാത്രത്തിൽ പൃഥക് വേറെ സർവകാമദുഃഖാം സർവാഭീഷ്ടദായിനിയും പൃഥുഭാവിതാം പൃഥുവിനാൽ സ്വാധീനിക്കപ്പെട്ടവളുമായിരിക്കുന്ന പൃഥ്വിയും ഭൂമിയിൽ നിന്ന് പയഹ പാൽ രൂപത്തിൽ ദുദുഹു കറന്നെടുത്തു. അപ്പോൾ തന്വയം വന്നിട്ട് സർവേ സ്വമുഖ്യവത്സേന സ്വേ സ്വേ പാത്രേ പൃഥക് സർവകാമദുഃഖാം പൃഥുഭാവിതാം പൃഥ്വീം പയഹ ദുദുഹു. എന്നുകൂടി പറയാം. സർവേ സ്വമുഖ്യവത്സേന സ്വേ സ്വേ പാത്രേ പൃഥക് സർവകാമദുഃഖാം പൃഥുഭാവിതാം പൃഥ്വീം പയഹ ദുദുഹു. ഇങ്ങനെ സ്വന്തം വർഗത്തിൽപ്പെട്ടവരിൽ മുഖ്യനായവനെ പൈക്കുട്ടിയാക്കി കൽപ്പിച്ചുകൊണ്ട് അവരവർക്ക് അനുയോജ്യമായ പാത്രത്തിൽ വെവ്വേറെ സർവാഭീഷ്ടദായിനിയും പൃഥുവിനാൽ സ്വാധീനിക്കപ്പെട്ടവളുമായ ആ ഭൂമിയിൽ നിന്ന് സർവരും പാൽ രൂപത്തിൽ കറന്നെടുത്തു. അപ്പോൾ ഇങ്ങനെ എല്ലാവരും തങ്ങളിൽ വെച്ച് മുഖ്യനെ കിടാവാക്കി അതാതു പാത്രങ്ങളിൽ പലതരം ഇഷ്ടവസ്തുക്കൾ പൃഥു നിയന്ത്രിച്ചതും സർവാഭീഷ്ടപ്രദയും ആയിരിക്കുന്ന ആ ഭൂമിദേവിയിൽ നിന്നും കറന്നെടുത്തു. അപ്പം മുകളിൽ പറഞ്ഞവരും പറയാതെ വിട്ടവരും എല്ലാവരും അവരവരുടെ സംഘാധിപനെ വത്സമാക്കിയിട്ട് അവരവരുടെ പ്രത്യേക പാത്രങ്ങളിൽ സ്വാഭീഷ്ടങ്ങളെ സാധിപ്പിക്കുന്ന ക്ഷീരത്തെ പൃഥുവിനാൽ കൊണ്ടും സർവാഭീഷ്ടങ്ങളെയും സാധിപ്പിക്കുന്നവളും ആയിരിക്കുന്ന ആ മഹിമയോടും കൂടിയിരിക്കുന്ന ആ ഭൂമിയാകുന്ന ഗോവിൽ നിന്നും ആ പാലിനെ കറന്നെടുത്തു എന്നുള്ളതാണ് അവിടെ പറയുന്നത്. ഇതിലത്തെ വ്യാഖ്യാനം വന്നിട്ട് നോക്കാം. ഏവം സർവേ, ഇപ്രകാരം എല്ലാവരും സ്വേ സ്വേ പാത്രേ സ്വന്തം പാത്രങ്ങളിൽ പൃഥക് വേറെ പയഹ പാലിനെ കാമദുഃഖാം സർവകാമങ്ങളെയും തരുന്നവളും പൃഥ്വിയും ആ പൃഥ്വിയിൽ നിന്നും ദുദുഹു കറന്നെടുത്തു. ഏവം സർവേ സ്വേ സ്വേ പാത്രേ, ഇപ്രകാരം എല്ലാവരും അവരവർക്ക് അനുയോജ്യമായിരിക്കുന്ന പാത്രങ്ങളിൽ പൃഥക് വെവ്വേറെ വസ്തുക്കളെ പയഹ പാലായിട്ട് കാമദുഃഖാം സർവകാമങ്ങളെയും സാധിപ്പിക്കുന്നവളായിരിക്കുന്ന പൃഥ്വിയും ആ ഭൂമിദേവിയെ
ദുദുഹു കറന്നെടുത്തു. അപ്പോൾ ഏവം സർവേ സ്വേ സ്വേ പാത്രേ പൃഥക് പൃഥക് പയഃ കാമദുഃഖാം പൃഥ്വീം ദുദുഹു എന്നാണ് അതിൻ്റെ ആ വ്യാഖ്യാനം. ഇവിടെ പറഞ്ഞിരിക്കുന്നത് അങ്ങനെ സർവരും അവരവരുടെ അധിപന്മാരെ വത്സമാക്കിയിട്ട് എല്ലാ അഭീഷ്ടങ്ങളെയും നൽകുന്നവളായ ആ ഭൂമിയെ പൃഥുവിൻ്റെ അനുജ്ഞയോട് കൂടിയിട്ട് കറന്നെടുത്തു എന്നുള്ളതാണ് പറയുന്നത്. അപ്പം അടുത്ത ശ്ലോകം ഏവം പൃഥ്വാദയ പൃഥ്വീമന്നാദാ സ്വന്നമാത്മനഃ ദോഹവത്സാദിഭേദേന ക്ഷീരഭേദം കുരുദ്വഃ. ഏവം പൃഥ്വാദയ പൃഥ്വീമന്നാദാഃ സ്വന്നമാത്മനഃ ദോഹവത്സാദിഭേദേന ക്ഷീരഭേദം കുരുദ്വഃ. അല്ലയോ കുരുദ്വഃ എന്ന് പറഞ്ഞാൽ വിതുര. അപ്പോൾ ആഹാരം കാക്ഷിക്കുന്നവരായിരിക്കുന്ന ആ പൃഥു മുതലായവർ, ആഹാരം കാക്ഷിക്കുന്നവരായിരിക്കുന്ന ആ പൃഥു തുടങ്ങിയിട്ടുള്ളവരെല്ലാം ആ തങ്ങൾക്കുള്ള ആ നല്ല അന്നത്തെ തങ്ങൾക്കുള്ള ആ നല്ല അന്നത്തെ ഇങ്ങനെ ആ കറവ് പാത്രം ഇത്യാദി ഭേദത്തോടെ ആ വ്യത്യസ്തങ്ങളായിരിക്കുന്ന ക്ഷീരരൂപത്തിൽ ആ ഭൂമിയിൽ നിന്നും കറന്നെടുത്തു എന്നാണ് പറയുന്നത്. ഏവം പൃഥ്വാദേഹ ഇപ്രകാരം പൃഥു മുതലായവർ പൃഥ്വീമന്നാദ പൃഥ്വിയിൽ നിന്നും ആ അന്നത്തെ അന്നാദാഹ അന്നത്തെ കാക്ഷിക്കുന്നവരായിരിക്കുന്ന പൃഥ്വാദേഹ പൃഥു മുതലായവർ ആത്മനഃ തങ്ങൾക്കുള്ള സ്വന്നം നല്ല അന്നത്തെ തങ്ങൾക്കുള്ള നല്ല അന്നത്തെ ഏവം ഇങ്ങനെ ആ ദോഹവത്സാദിഭേദേന കറവുപാത്രം പശുക്കുട്ടി ഇത്യാദി ഭേദങ്ങളോടെ ആ ക്ഷീരഭേദം വ്യത്യസ്തങ്ങളായിരിക്കുന്ന ആ ക്ഷീരരൂപത്തിൽ പൃഥ്വിയും ആ ഭൂമിയിൽ നിന്നും കറന്നെടുത്തു എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇതിലത്തെ വ്യാഖ്യാനം വന്നിട്ട് പദങ്ങൾ ഹേ കുരുദ്വഹ അല്ലയോ വിതുര അന്നാദാഹ ആഹാരകാംക്ഷികളായ പൃഥ്വാദേഹ പൃഥു മുതലായവർ ആത്മനഃ തങ്ങൾക്കുള്ള സ്വന്നം നല്ല അന്നത്തെ ഏവം ഇങ്ങനെ ദോഹവത്സാദിഭേദേന കറവുപാത്രം പശുക്കുട്ടി ഇത്യാദി ഭേദത്തോടെ ക്ഷീരഭേദം വ്യത്യസ്തങ്ങളായ ക്ഷീരരൂപത്തിൽ പൃഥ്വിയും ഭൂമിയിൽ നിന്നും കറന്നെടുത്തു. എന്നുകൂടി പറയാം. ഹേ കുരുദ്വഹ അല്ലയോ വിതുര അന്നാദാഹ ആഹാരകാംക്ഷികളായ പൃഥ്വാദേഹ പൃഥു മുതലായവർ ആത്മനഃ തങ്ങൾക്കുള്ളതും സ്വന്നം നല്ല അന്നത്തെ ഏവം ഇങ്ങനെ ദോഹവത്സാദിഭേദേന കറവുപാത്രം പശുക്കുട്ടി ഇത്യാദി ഭേദത്തോടെ ക്ഷീരഭേദം വ്യത്യസ്തങ്ങളായിരിക്കുന്ന ക്ഷീരരൂപത്തിൽ പൃഥ്വിയും ഭൂമിയിൽ നിന്ന് കറന്നെടുത്തു. അപ്പോൾ അതിലത്തെ അന്വയം വന്നിട്ട് ഹേ കുരുദ്വഹ അന്നാദാഹ പൃഥ്വാദയഃ ആത്മനഃ സ്വന്നം ഏവം ദോഹവത്സാദിഭേദേന ക്ഷീരഭേദം പൃഥ്വീം. ഒന്നുകൂടി പറയാം. ഹേ കുരുദ്വഹ അന്നാദാഹ പൃഥ്വാദയഃ ആത്മനഃ സ്വന്നം ഏവം ദോഹവത്സാദിഭേദേന ക്ഷീരഭേദം പൃഥ്വീം. അല്ലയോ വിതുര ആഹാരകാംക്ഷികളായ ആ പൃഥു മുതലായവർ തങ്ങൾക്കുള്ള ആ സ്വന്തം അന്നത്തെ ഇങ്ങനെ ആ കറവുപാത്രം പശുക്കുട്ടി ഇത്യാദി ഭേദത്തോടെ വ്യത്യസ്തങ്ങളായിരിക്കുന്ന ആ ക്ഷീരരൂപത്തിൽ ആയിട്ട് ആ ഭൂമിയിൽ നിന്നും കറന്നെടുത്തു. വിതുര ഇങ്ങനെ അന്നം ആഗ്രഹിക്കുന്ന പൃഥു തുടങ്ങിയിരിക്കുന്നവർ തങ്ങൾക്ക് അന്നം ക്ഷീരമായി പാത്രം കിടാവ് എന്നിവയെ വേറെ വേറെ കറന്നെടുത്തു. ഹേ കുരുശ്രേഷ്ഠ അധികാരിഭേദമനുസരിച്ച് ആ പുരുഷാർത്ഥങ്ങളെ സ്വാദിപ്പിക്കുന്നത് പോലെ കറക്കുന്നവൻ ആ കുടിക്കുന്ന കുട്ടി കറന്നെടുക്കുന്ന പാത്രം എന്നിവയുടെ ആ ഭേദം നിമിത്തം പൃഥു മുതലായവരെല്ലാം അവരവർക്ക് ഇഷ്ടമായിരിക്കുന്ന ആ അന്നസ്വരൂപമായിരിക്കുന്ന ക്ഷീരത്തെ ഗോരൂപമായിരിക്കുന്ന ആ ഭൂമി ദേവിയിൽ നിന്നും കറന്നെടുത്തു. അപ്പോൾ ഇതിലത്തെ ആ വ്യാഖ്യാനം എന്താ പറഞ്ഞത് നോക്കാം.
ഏവം പാത്രവത്സാദിഭേദേന പാത്രം വത്സം തുടങ്ങിയ ഭേദങ്ങളെ കൊണ്ട് ക്ഷീരഭേദവും വിവിധ തരത്തിലുള്ള ആഗ്രഹിച്ച വസ്തുക്കളെ ക്ഷീരഭേദോ ക്ഷീരഭേദങ്ങളായിട്ട് ആയിക്കൊണ്ട് ജാതക അവിടെ അതിനെയൊക്കെ കറന്നെടുത്തു. ഏവം പാത്രവത്സാദിഭേദേന പ്രകാരം പാത്രം വത്സം തുടങ്ങിയിട്ടുള്ളതിൻ്റെ ഭേദം കൊണ്ട് ആ ക്ഷീരഭേദോ ആ ക്ഷീരത്തിന് പാലിന് വ്യത്യസ്തത ഉണ്ടാകും. അങ്ങനെയുള്ള ഭേദത്തിൽ ആ പാലിനെ കറന്നെടുത്തു. ഏവം പാത്രവത്സാദിഭേദേന ക്ഷീരഭേദോ ജാതഃ എന്നുള്ളതാണ് ആ ശ്ലോകത്തിൻ്റെ അർത്ഥമായിട്ട് പറയുന്നത്. അപ്പോൾ അടുത്ത ശ്ലോകം തതോ മഹീപതിപ്രീത സർവകാമദുഃഖാം പൃഥു ദുഹിതൃത്വേ ചകാരേ മാം പ്രേംണാ ദുഹിതൃവത്സലഃ. തതോ മഹിപതിപ്രീത സർവകാമദുഃഖാം പൃഥു ദുഹിതൃത്വേ ചകാരേ മാം പ്രേംണാ ദുഹിതൃവത്സലഃ. അതിൽ പിന്നെ ആ പുത്രിയിൽ വാത്സല്യം വാനും ആ ചക്രവർത്തിയും ആയിരിക്കുന്ന പൃഥു ആ പ്രീതനായിട്ട് സർവാഭീഷ്ടങ്ങളെയും ദോഹനം ചെയ്തു തന്ന ആ ഭൂമിദേവിയെ സ്നേഹവായ്പോടുകൂടി പുത്രിയായിട്ട് സ്വീകരിച്ചു. തതോ മഹീപതി അതിൽ പിന്നെ ആ രാജാവ് പ്രീതനായിട്ട് സർവകാമദുഃഖാം പൃഥു ആ സർവകാമങ്ങളെയും സാധിപ്പിച്ചു തന്നിട്ടുള്ള ആ ഭൂമിദേവിയെ ആ പൃഥു മഹാരാജാവ് ദുഹിതൃത്വേ സ്വന്തം പുത്രിയായിട്ട് ചകാരേമാം സ്വന്തം പുത്രിയായിട്ട് ചകാര സ്വീകരിച്ചു, പുത്രിയായിട്ട് സ്വീകരിച്ചു. പ്രേംണ വളരെ പ്രേമത്തോടു കൂടിയിട്ട് ദുഹിതൃവത്സല വാത്സല്യവാനും ആയിട്ട് ഭൂമിദേവിയെ പുത്രിയായിട്ട് സ്വീകരിച്ചു. തതോ മഹീപതി പ്രീത സർവകാമ ദുഃഖാം പൃഥു ദുഹിതൃത്വേ ചകാരേമാം പ്രേംണാ ദുഹിതൃവത്സലഃ. തതഃ അതിൽ പിന്നെ ദുഹിതൃവത്സലഃ പുത്രിയിൽ വാത്സല്യവാനും മഹീപതി ചക്രവർത്തിയും ആയ പൃഥു പ്രീതനായിട്ട് സർവകാമദുഃഖാം സർവാഭീഷ്ടങ്ങളെയും ദോഹനം ചെയ്തു തന്ന ഇമാം ഈ ഭൂമിദേവിയെ പ്രേംണ സ്നേഹവായ്പോടെ ദുഹിതൃത്വേ പുത്രിയായിട്ട് ചകാര സ്വീകരിച്ചു, അംഗീകരിച്ചു. എന്നുകൂടി പറയാം. തതഃ അതിൽ പിന്നെ ദുഹിതൃവത്സല പുത്രിയിൽ വാത്സല്യവാനും മഹീപതി ചക്രവർത്തിയുമായിരിക്കുന്ന ആ പൃഥു മഹാരാജാവ് പ്രീതനായിട്ട് സർവകാമദുഃഖാം സർവാഭീഷ്ടങ്ങളെയും ദോഹനം ചെയ്തു തന്ന ഇമാം ഈ ഭൂമിയെ പ്രേംണ സ്നേഹവായ്പോടെ ദുഹിതൃത്വേ പുത്രിയായിട്ട് ചകാര സ്വീകരിച്ചു, അംഗീകരിച്ചു. പതിലത്തെ അന്വയം വന്നിട്ട് തതഃ ദുഹിതൃവത്സലഃ മഹീപതി പൃഥു പ്രീതഃ സർവകാമദുഃഖാം ഇമാം പ്രേംണ ദുഹിതൃത്വേ ചകാര. എന്നുകൂടി പറയാം. തതഃ ദുഹിതൃവത്സലഃ മഹീപതി പൃഥു പ്രീതഃ സർവകാമദുഃഖാം ഇമാം പ്രേംണ ദുഹിതൃത്വേ ചകാര. അതിൽ പിന്നെ ആ പുത്രിയിൽ വാത്സല്യവാനും ചക്രവർത്തിയുമായിരിക്കുന്ന പൃഥു മഹാരാജാവ് പ്രീതനായിട്ട് സർവാഭീഷ്ടങ്ങളെയും ദോഹനം ചെയ്തു തന്ന ഈ ഭൂമിയെ സ്നേഹവായ്പോടെ പുത്രിയായിട്ട് സ്വീകരിച്ചു, അംഗീകരിച്ചു. ഇങ്ങനെ ആ വർണ്ണിച്ചത് സ്വായംഭൂവ മന്വന്തരത്തിലെ ആ ധരിത്രീ ദോഹനം ആണ്. ധരിത്രിയുടെ ദോഹനം കറന്നെടുക്കൽ. ഓരോ മന്വന്തരത്തിലും അതാത് മനുക്കൾ ആ ഭൂമിയിൽ നിന്നും ഇപ്രകാരം ദോഹനം ചെയ്യുന്നുവെന്ന് ആ വായുവാദി പുരാണങ്ങളിൽ കാണാം. മനൗ സ്വരോജിഷേ ദുഗ്ധ മഹീചൈത്രേണ ധീമത മനും സ്വാരോജിഷം കൃത്വാ വത്സം സസ്യാനി വൈ പുരാ ചാക്ഷുഷസ്യന്തരേ ദീതേ പ്രാപ്തേ വൈവസ്വതേ പുനഃ വൈന്യേനേയം മഹീദുഗ്ധ യഥാതേ കീർത്തിതം മയാ. വായുപുരാണത്തിൽ പറയണ അല്ലയോ വിതുര, അന്നകാംക്ഷികളായിരിക്കുന്ന പൃഥ്വാദികൾ അവരവർക്കൊത്ത ആ കറവക്കാരൻ പശുക്കുട്ടി കറവപ്പാത്രം എന്നിവ സ്വീകരിച്ചുകൊണ്ട് അവരവർക്ക് വേണ്ടപ്പെട്ട അന്നത്തെ ആ ക്ഷീരരൂപത്തിൽ കറന്നെടുത്തു. അന്നങ്ങളെല്ലാം ക്ഷീരത്തിൽ അടങ്ങിയിരിക്കുന്നു അതാണ് അതിൻ്റെ അർത്ഥം.
പാലിൽ അന്നം അടങ്ങിയിരിക്കുന്നു എന്നാണ് അർത്ഥം. അങ്ങനെ പൃഥു ചക്രവർത്തി അത്യന്തം പ്രീതനായിട്ട് എല്ലാ കാമങ്ങളെയും യഥേഷ്ടം കറന്നെടുക്കാവുന്ന ആ ഭൂമിയെ പുത്രീവത്സലനായ അദ്ദേഹം സ്നേഹത്തോടെ പുത്രിയായിട്ട് പുത്രീത്വേന സ്വീകരിച്ചു എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിലത്തെ ആ വ്യാഖ്യാനത്തിൽ ഇവിടെ പറഞ്ഞതെന്താ, പിന്നെ വിതുര ഇങ്ങനെ അന്നം ആഗ്രഹിക്കുന്ന പൃഥു തുടങ്ങിയവർ തങ്ങൾക്ക് അന്നം ക്ഷീരമായി പാത്രം കിടാവ് എന്നീ വേറെ വേറെ കറന്നെടുത്തു എന്ന് പറഞ്ഞു. ഇതിലത്തെ വ്യാഖ്യാനത്തിൽ അതും പറഞ്ഞു. തതഃ പ്രീതഃ പൃഥുർഭൂമിം, ഇപ്രകാരം പ്രീതനായിരിക്കുന്ന ആ പൃഥു ഭൂമിയെ ദുഹിതൃത്വേ സ്വന്തം പുത്രിയായിട്ട് ചകാര സ്വീകരിച്ചു. തതഃ ഇപ്രകാരം പ്രീതനായിരിക്കുന്ന പൃഥുർഭൂമിം, പൃഥുമാരാജാവ് ഭൂമിയെ ദുഹിതൃത്വേ ആ പുത്രീഭാവത്തിൽ ചകാര സ്വീകരിച്ചു. അടുത്ത ശ്ലോകം നമുക്ക് നോക്കാം. ചൂർണയൻ സ്വധനുഷ്കോട്യ ഗിരികൂട്ടാനി രാജരാട് ഭൂമണ്ഡലമിദം വൈന്യഃ പ്രായശ്ചക്രേ സമം വിഭും. ചൂർണയൻ സ്വധനുഷ്കോട്യ ഗിരികൂട്ടാനി രാജരാട് ഭൂമണ്ഡലമിദം വൈന്യഃ പ്രായശ്ചക്രേ സമം വിഭു. അപ്പോൾ ആ വൈഭവം തികഞ്ഞവൻ ആയിരിക്കുന്ന ആ രാജനായിരിക്കുന്ന പൃഥുമഹാരാജാവ് സ്വന്തം വില്ലിൻ്റെ തുമ്പുകൊണ്ട് ആ പർവ്വത ശൃംഗങ്ങളെ അടർത്തിക്കൊണ്ട ചൂർണയൻ പൊടിച്ചുകൊണ്ട് ആ ഭൂമണ്ഡലത്തെ ഏകദേശം ആ സമനിരപ്പാക്കി തീർത്തു. അപ്പോൾ ചൂർണയൻ പൊടിച്ചു. സ്വധനുഷ്കോട്യ സ്വന്തം ധനുസ്സിൻ്റെ ശക്തി കൊണ്ട്, അതിലത്തെ ധനുസ്സിലത്തെ ആ ശരങ്ങളുടെ ശക്തി കൊണ്ട് ഗിരികൂട്ടാനി ആ പർവ്വതങ്ങളെ രാജരാട് ആ രാജാധിരാജനായിരിക്കുന്ന ആ ഭൂമണ്ഡലമിതം ഭൂമണ്ഡലത്തെ ഇപ്രകാരം വൈന്യഃ പൊടിച്ചിട്ട് പ്രായശ്ചക്രേ സമം ആ ഭൂമണ്ഡലത്തെ ഏകദേശം ചക്രേ നിരപ്പാക്കി, സമം ചക്രേ സമം ചക്രേ സമം ഭൂമിയാക്കി തീർത്തു എന്നുള്ളതാണ് പറയുന്നത്. ഇത് പദങ്ങളെ വിഭുഹു വൈഭവം തികഞ്ഞവനും രാജരാട് രാജാധിരാജനുമായിരിക്കുന്ന വൈന്യഃ ആ പൃഥു സ്വധനുഷ്കോട്യ തൻ്റെ വില്ലിൻ്റെ തുമ്പുകൊണ്ട് ഗിരികൂട്ടാനി ആ പർവ്വത ശൃംഗങ്ങളെ ചൂർണയൻ അടർത്തിക്കൊണ്ട് ഇതം ഈ ഭൂമണ്ഡലത്തെ പ്രായഃ ഏകദേശം സമം ചക്രേ നിരപ്പാക്കി തീർത്തു. കൂടി പറയാം. വിഭുഹു വൈഭവം തികഞ്ഞവനും രാജരാട് രാജാധിരാജനുമായിരിക്കുന്ന വൈന്യഃ പൃഥു സ്വധനുഷ്കോട്യ സ്വന്തം വില്ലിൻ്റെ തുമ്പുകൊണ്ട് ഗിരികൂട്ടാനി ആ പർവ്വത ശൃംഗങ്ങളെ ചൂർണയൻ അടർത്തിക്കൊണ്ട് ഇതം ഈ ഭൂമണ്ഡലത്തെ പ്രായഃ ഏകദേശം സമം ചക്രേ നിരപ്പാക്കി തീർത്തു. അപ്പോൾ ഇതിൽ തന്വയം വന്നിട്ട് വിഭുഹു രാജരാട് വൈന്യഃ സ്വധനുഷ്കോട്യ ഗിരികൂടാനി ചൂർണയൻ ഇതം ഭൂമണ്ഡലം പ്രായഃ സമം ചക്രേ. ഇവിടെ പറയാം. വിഭുഹു രാജരാട് വൈന്യഃ സ്വധനുഷ്കോട്യ ഗിരികൂട്ടാനി ചൂർണയൻ ഇതം ഭൂമണ്ഡലം പ്രായഃ സമം ചക്രേ. വൈഭവം തികഞ്ഞവനും ആ രാജാധിരാജനുമായിരിക്കുന്ന ആ പൃഥു തൻ്റെ വില്ലിൻ്റെ തുമ്പുകൊണ്ട് ആ പർവ്വത ശൃംഗങ്ങളെ അടർത്തിക്കൊണ്ട് ഈ ഭൂമണ്ഡലത്തെ ഏകദേശം സമനിരപ്പാക്കി ചെയ്തു. ആ ദുഹിതൃ ശബ്ദത്തിന് ദുഹിതൃ എന്നുള്ള മകൾ എന്നുള്ള അർത്ഥം. മഹാപ്രഭുവായിരിക്കുന്ന ആ പൃഥ്വി ചക്രവർത്തി തൻ്റെ വില്ലിൻ്റെ കട കൊണ്ട് പർവ്വതനിരകളെ തല്ലി നിരപ്പാക്കി ഭൂമിയുടെ ഉപരിതലം ഏതാണ്ട് സമതലമാക്കി തീർത്തു. അപ്പോൾ ഭൂമിയെ പിന്നെ ആ പുത്രിയിൽ അങ്ങേയറ്റത്തെ വാത്സല്യമുള്ള പൃഥ്വിമഹാരാജാവ് അത്യന്തം സന്തുഷ്ടനായിട്ട് സർവാഭീഷ്ടപ്രദയായിരിക്കുന്ന ഭൂമിയെ പുത്രി എന്ന നിലയിൽ സ്വീകരിച്ചു. അങ്ങനെ വിഭുവും രാജാധിരാജനുമായിരിക്കുന്ന പൃഥു
തൻ്റെ വില്ലിൻ്റെ അഗ്രഭാഗം കൊണ്ട് പർവ്വതശിഖരങ്ങൾ ഛിന്ന ഭിന്നമാക്കിയിട്ട് ഈ ഭൂമിയെ പ്രായണ കുന്നും കുണ്ടും കുറഞ്ഞതാക്കി തീർത്തു, സമനിരപ്പാക്കി തീർത്തു എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ അതിനുശേഷം ഭൂമിയെ പാലിപ്പാനായിട്ട് അവതരിപ്പിച്ചിരിക്കുന്ന ആ പൃഥു സർവപ്രജകളുടെയും കാമസമ്പൂർത്തി വരുത്തിയ ആ പൃഥ്വിയെ കുറിച്ച് പരമസന്തുഷ്ടനായിട്ട് ഭവിച്ചു. തനിക്കൊരു പുത്രി ഇല്ലാത്തതുകൊണ്ട് ആ പൃഥ്വിയെ പുത്രിയുടെ സ്ഥാനത്തിൽ വെച്ചു. അങ്ങനെ ആ രാജാധിരാജനും വിഷ്ണു അവതാരഭൂതനും ആയിരിക്കുന്ന ആ പൃഥു തൻ്റെ വില്ലിൻ്റെ അഗ്രഭാഗത്താൽ ആ പർവ്വതശിഖരങ്ങൾ മുതലായിട്ടുള്ള ഉന്നത ഭാഗങ്ങളെ പൊടിയാക്കിയിട്ട് താണഭാഗങ്ങളിലിട്ട് മിക്കതും സമനിരപ്പാക്കി. താണും ഉയർന്നുമുള്ള ആ ഭൂഭാഗങ്ങൾ ഇപ്പോഴും അവിടെയുള്ളത് കൊണ്ടാണ് മിക്കതും എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോഴും കുറച്ചൊക്കെ താണതും ഇതായിട്ടുള്ളതുണ്ട്. മുഴുവൻ സമമാക്കി എന്നല്ല, ആ ഭൂമിയെ ഏതാണ്ട് സമനിരപ്പാക്കി ചെയ്തു എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിൽ സ്വധനുഷ്കോട്യ സ്വന്തം ആ വില്ലും അമ്പും കൊണ്ട് ഗിരിശൃംഗാണി ആ പർവ്വതശിഖരങ്ങളെ ചൂർണയൻ പൊടിച്ച് ഭൂമണ്ഡലത്തെ പ്രായേണ ഏകദേശം സമം ചക്രേ സമപ്രാകൃതം സമതലം ആക്കി തീർത്തു. അതാണ് സ്വധനുഷ്കോട്യ സ്വന്തം ധനുസ്സിൻ്റെ വില്ലിൻ്റെയും ആ അമ്പുകളുടെയും ശക്തി കൊണ്ട് ഗിരിശൃംഗാണി പർവ്വതങ്ങളുടെ ശൃംഗങ്ങളെ ചൂർണയൻ പൊടിച്ച് ഭൂമണ്ഡലത്തെ പ്രായേണ സമം ചക്രേ സമം ആക്കിയിട്ട് തീർത്തു എന്നുള്ളതാണ് അതിലത്തെ വ്യാഖ്യാനം. അടുത്ത 2 ശ്ലോകങ്ങളാണ് 30ഉം 31ഉം. അഥാസ്മിൻ ഭഗവാൻ വൈന്യ പ്രജാനാം വൃത്തിദപ്പിത നിവാസാൻ കൽപ്പയാഞ്ചക്രേ തത്ര യഥാർഹതഃ. അഥാസ്മിൻ ഭഗവാൻ വൈന്യ പ്രജാനാം വൃത്തിദപ്പിത നിവാസാൻ കൽപ്പയാഞ്ചക്രേ തത്ര യഥാർഹതഃ. ഗ്രാമാൻ പുരപ്പത്തനാനി ദുർഗാണി വിവിധാനി ച ഘോഷാൻ വ്രജാൻ സ്വശിബിരാനാകരാൻ ഖേടഖർവടാൻ. ഗ്രാമാൻ പുരപ്പത്തനാനി ദുർഗാണി വിവിധാനി ച ഘോഷാൻ വ്രജാൻ സശിബിരാനാകരാൻ ഖേടഖർവടാൻ. അതിൽ പിന്നെ ആ ഭഗവാനായിരിക്കുന്ന പൃഥുചക്രവർത്തി ആ പ്രജകൾക്ക് ഉപജീവനം നൽകുന്ന ആ പിതാവായി തീർന്നിട്ട് ഈ ഭൂമിയിൽ അവിടവിടെ ഗ്രാമങ്ങൾ, നഗരങ്ങൾ, വൻ നഗരങ്ങൾ, പട്ടണങ്ങളെന്നർത്ഥം. വൻ നഗരങ്ങൾ, പിന്നെ അതുപോലെ വിവിധ പലതരത്തിലുള്ള കോട്ടകൾ, പിന്നെ വേടച്ചേരികൾ ഘോഷാൻ, പിന്നെ ഇടയച്ചേരികൾ വ്രജാൻ, സ്വശിബിരാൻ സൈനികത്താവളങ്ങൾ, ആകരാൻ ഖനികൾ, ഖേടഖർവടാൻ കർഷക ഗ്രാമങ്ങൾ, മലയച്ചേരികൾ, ഇങ്ങനെ അർഹതയ്ക്കൊത്ത വിധം താമസസ്ഥാനങ്ങളെ അവിടെയൊക്കെ സ്ഥാപിച്ചു എന്നുള്ളതാണ് പറയുന്നത്. അഥാസ്മിൻ ഇപ്രകാരം ഭഗവാൻ വൈന്യഹ പൃഥു ചക്രവർത്തി പ്രജാനാം വൃത്തിദപ്പിത ആ പ്രജകൾക്ക് ആ ഉപജീവനം കൊടുക്കുന്നതായിരിക്കുന്ന ആ രാജാവ് നിവാസാൻ ഓരോരുത്തർക്കും താമസിക്കാനുള്ളതിന് കൽപ്പിച്ചിട്ട് തത്ര യഥാർഹത അവരവർക്ക് അർഹമായിട്ടുള്ള സ്ഥലങ്ങൾ, ഗ്രാമങ്ങൾ, പുരങ്ങൾ, പട്ടണങ്ങൾ, പത്തനാനി കോട്ടകൾ, ദുർഗാണി ആ വിവിധതരം വഴികൾ, ഇങ്ങനെ അതുപോലെ ഘോഷാൻ പല സ്ഥലങ്ങൾ, വ്രജാൻ സശിബിരാൻ എന്താണ് പട്ടാളത്താവളങ്ങൾ, ആകരാൻ ഖേടഖർവടാൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഖനികൾ, കർഷക ഗ്രാമങ്ങൾ, കോട്ടകൾ, അതുപോലെ ഇതിൻ്റെ ഇടയിലുള്ള വേടച്ചേരികൾ എന്നൊക്കെ പറയും, ഇടയച്ചേരികൾ, കച്ചേരി എന്നൊക്കെ പറയുന്ന സ്ഥലങ്ങളിൽ ഇങ്ങനെയുള്ള അങ്ങാടികളൊക്കെ ഉണ്ടാക്കി തീർത്തു. എന്നിട്ട് എല്ലാവർക്കുമായിട്ട് അതിനെ വിഭജനം ചെയ്തു കൊടുത്തു. അപ്പോൾ അതിലത്തെ പദങ്ങൾ നോക്കാം. അതിൽ പിന്നെ ഭഗവാനായിരിക്കുന്ന വൈന്യഹ പൃഥു ചക്രവർത്തി പ്രജാനാം പ്രജകൾക്ക് വൃത്തിദ ഉപജീവനം നൽകുന്ന പിതാവായി തീർന്നിട്ട് അസ്മിൻ ഈ ഭൂമിയിൽ തത്ര അവിടവിടെ ഗ്രാമങ്ങൾ, പുരഹ നഗരങ്ങൾ,
പത്തനാനി വൻനഗരങ്ങൾ, വിവിധാനി ഇങ്ങനെ പലതരം, ദുർഗാണി കോട്ടകൾ, ഘോഷാൻ വേടച്ചേരികൾ, വ്രജാൻ ഇടയച്ചേരികൾ, സശിബിരാൻ സൈനികത്താവളങ്ങൾ അവിടെ ആകരാൻ ഖനികൾ, ഖേടഖർവടാൻ കർഷക ഗ്രാമങ്ങൾ ഒക്കെ എന്നിങ്ങനെ യഥാർഹത അർഹതയ്ക്കൊത്ത വിധം നിവാസാൻ വാസസ്ഥാനങ്ങളെയും കൽപ്പയാഞ്ചക്രേ കൽപ്പയാഞ്ചക്രേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥാപിച്ചു എന്നർത്ഥം. ഒന്നും കൂടി പറയാം. അധഃ അതിൽ പിന്നെ ഭഗവാനായിരിക്കുന്ന വൈന്യഃ പൃഥുചക്രവർത്തി പ്രജാനാം പ്രജകൾക്ക് വൃത്തിദ ഉപജീവനം നൽകുന്ന പിതാവായി തീർന്നിട്ട് അസ്മിൻ ഈ ഭൂമിയിൽ തത്ര അവിടവിടെ ഗ്രാമാൻ ഗ്രാമങ്ങൾ, പുരഃ നഗരങ്ങൾ, പത്തനാനി വൻനഗരങ്ങൾ, വിവിധാനി പലതരം, ദുർഗാണി കോട്ടകൾ, ഘോഷാൻ വേടച്ചേരികൾ, വ്രജാൻ ഇടയച്ചേരികൾ, സശിബിരാൻ സൈനികത്താവളങ്ങളോടുകൂടിയ, ആകരാൻ ഖനികൾ, ഖേടഖർവടാൻ കർഷക ഗ്രാമങ്ങൾ ഇവയൊക്കെ അർഹതയ്ക്കൊത്ത വിധം നിവാസാൻ വാസസ്ഥാനങ്ങളും സ്ഥലങ്ങളെയും മറ്റും കൽപ്പയാഞ്ചക്രേ സ്ഥാപിച്ചു. ഇതിലത്തെ അന്വയം വന്നിട്ട് അഥ ഭഗവാൻ വൈന്യഃ പ്രജാനാം വൃത്തിദ പിതാ അസ്മിൻ തത്ര ഗ്രാമാൻ പുരഃ പത്തനാനി വിവിധാനി ദുർഗാണി ഘോഷാൻ വ്രജാൻ സശിബിരാൻ ആകരാൻ ഖേടഖർവടാൻ യഥാർഹത നിവാസാൻ കൽപ്പയാഞ്ചക്രേ. എന്നും കൂടി പറയാം. അഥ ഭഗവാൻ വൈന്യഃ പ്രജാനാം വൃത്തിദഃ പിതാ അസ്മിൻ തത്ര ഗ്രാമാൻ പുരഃ പത്തനാനി വിവിധാനി ദുർഗാണി ഘോഷാൻ വ്രജാൻ സശിബിരാൻ ആകരാൻ ഖേടഖർവടാൻ യഥാർഹത നിവാസാൻ കൽപ്പയാഞ്ചക്രേ. അതിൽ പിന്നെ ആ ഭഗവാനായിരിക്കുന്ന പൃഥു ചക്രവർത്തി പ്രജകൾക്ക് ഉപജീവനം നൽകുന്ന ആ പിതാവായി തീർന്നിട്ട് ഈ ഭൂമിയിൽ അവിടവിടെ ഗ്രാമങ്ങൾ, നഗരങ്ങൾ, വൻനഗരങ്ങൾ, പലതരം കോട്ടകൾ, വേടക്കച്ചേരികൾ, ഇടയക്കച്ചേരികൾ, സൈനികത്താവളങ്ങളോടുകൂടിയ ഖനികൾ, കർഷക ഗ്രാമങ്ങൾ, മലയച്ചേരികൾ, അർഹതയ്ക്കൊത്ത വിധം വാസസ്ഥാനങ്ങളെയും മറ്റും കൽപ്പിച്ച് കൊടുത്തു എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഭൂമണ്ഡലത്തെ നിരപ്പാക്കിയ ശേഷം പൃഥ്വിമഹാരാജാവ് ആ പ്രജകൾക്ക് ഉപജീവനം കഴിക്കാൻ ഉതകുന്ന വാസസ്ഥാനങ്ങൾ നിശ്ചയിച്ചു. ഗ്രാമങ്ങൾ, നഗരങ്ങൾ, വൻനഗരങ്ങൾ, ദുർഗങ്ങൾ, ഇടയച്ചേരികൾ, പശുക്കൾക്കുള്ള വാസസ്ഥാനം വ്രജം ആണ്. വ്രജാൻ എന്ന് പറഞ്ഞാൽ പശുക്കൾക്കുള്ള വാസസ്ഥാനം വ്രജം, സൈന്യങ്ങൾ, ശിബിരങ്ങൾ, ആകരാൻ ഖനികൾ, കൃഷിയിടങ്ങൾ, ഖേടം പർവ്വതപ്രാന്തത്തിലുള്ള ഗ്രാമങ്ങൾ, കർവടം പർവ്വതപ്രാന്തത്തിലുള്ള ഗ്രാമങ്ങളെ കർവടം എന്ന് പറയും, എന്നിവയെല്ലാം വ്യവസ്ഥ ചെയ്തു. പുരം, ഗ്രാമം ഇത്യാദി വിഭജനങ്ങൾ പൃഥുവിന് മുമ്പ് ഉണ്ടായിരുന്നില്ല. അദ്ദേഹം അപ്രകാരം വ്യവസ്ഥ ചെയ്തപ്പോൾ ജനങ്ങൾ അവരവർക്ക് അനുവദിച്ച ഇടങ്ങളിൽ ഭയം കൂടാതെ സുഖമാവണ്ണം വസിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ പിന്നെ ആ പ്രജകൾക്ക് ജീവനമാർഗം ഉണ്ടാക്കി കൊടുക്കുന്നവനും പിതാവിനെ പോലെ പ്രിയപ്പെട്ടവനുമായിരിക്കുന്ന ഭഗവാനായിരിക്കുന്ന പൃഥു ഈ ഭൂമിയിലെ ഗ്രാമങ്ങൾ, നഗരങ്ങൾ, പലതരം കോട്ടകൾ, സ്ഥാനങ്ങൾ, ഖനികൾ, കർഷക ഗ്രാമങ്ങൾ, പർവ്വതപ്രാന്തീയ ഗ്രാമങ്ങൾ ഇങ്ങനെയുള്ള സ്ഥാനങ്ങൾ അതാത് ഭാഗങ്ങളിൽ കൽപ്പിച്ചു കൊടുത്തു. അപ്പോൾ ഭൂമണ്ഡലത്തെ സമനിരപ്പാക്കിയതിൽ പിന്നെ ആ ഭഗവാന്റെ അവതാരമായിരിക്കുന്ന പൃഥു പ്രജകൾക്ക് ഉപജീവനദ്രവ്യത്തെ നൽകുവാനും ഭയത്തിൽ നിന്നും രക്ഷിപ്പാനുമായിട്ട് അവിടവിടങ്ങളിൽ അവർക്ക് ഉചിതങ്ങളായിരിക്കുന്ന നിവാസസ്ഥാനങ്ങളെ കൽപ്പിച്ചു. അട്ടങ്ങളില്ലാത്ത വീടുകളുള്ളവ ഗ്രാമങ്ങൾ, അട്ടങ്ങളോടുകൂടിയ വീടുകളുള്ളവ പുരങ്ങൾ, വലിയ പുരങ്ങൾക്ക് പത്തനങ്ങൾ എന്നിവ, ഉള്ളിൽ കടക്കുവാൻ പാടില്ലാത്ത വിധം തടസ്സങ്ങളോടുകൂടെ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന കോട്ടകൾ മുതലായുള്ള ദുർഗങ്ങൾ, പശുക്കളെ പോറ്റി വളർത്തി ഉപജീവനം കഴിക്കുന്ന ജനങ്ങൾ വസിക്കുന്ന സ്ഥാനങ്ങൾ, ഘോഷങ്ങൾ,
പശുക്കൾക്ക് വസിപ്പാനുള്ള സ്ഥാനങ്ങൾ വ്രജങ്ങൾ, സേനകൾക്ക് വസിപ്പാൻ യോഗ്യമായ സ്ഥാനം ശിബിരം, സ്വർണം വെള്ളി മുതലായ ധാതുദ്രവ്യങ്ങളെ കുഴിച്ചെടുക്കുന്ന സ്ഥാപനങ്ങൾ ആഗരങ്ങൾ, കൃഷിക്കാർക്ക് താമസിപ്പാനുള്ള സ്ഥാനങ്ങൾ ഖേടങ്ങൾ, പർവ്വതങ്ങളുടെ പ്രാന്തപ്രദേശങ്ങളിലുള്ള ഗ്രാമങ്ങൾ ഖർവടാൻ. അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ അദ്ദേഹം ഉണ്ടാക്കി കൽപ്പിച്ചു എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇതിലത്തെ വ്യാഖ്യാനം എന്താ പറഞ്ഞത് നോക്കാം. അഥ ജനാനാം യഥായോഗ്യം, ഇപ്രകാരം ജനങ്ങൾക്ക് യോഗ്യമായ വിധത്തിൽ നിവാസസ്ഥാനം ചക്രേ, നിവാസസ്ഥാനങ്ങൾ ഉണ്ടാക്കി. എങ്ങനെ? ഗ്രാമാൻ, ഗ്രാമങ്ങളെ, അതുപോലെ പുരഹ, പട്ടണങ്ങളെ, പത്തനാനി, വന്നഗരങ്ങളെ, ദുർഗാണി, കോട്ടകളെ, ഘോഷാൻ. ഘോഷാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജനങ്ങൾ വസിക്കുന്ന സ്ഥാനങ്ങൾ, ഘോഷങ്ങൾ, ഘോഷാൻ, വ്രജാൻ, പശുക്കൾക്കുള്ള സ്ഥാനങ്ങൾ, സേനാ നിവാസസ്ഥാനം, ശിബിരങ്ങൾ, ഖേടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഖനികൾ, ഖർവടാൻ, പർവ്വതത്തിലുള്ള പ്രാന്തപ്രദേശങ്ങളിലുള്ള ഗ്രാമങ്ങൾ, ഖർവടങ്ങൾ, ആഗരങ്ങൾ, ഇവയൊക്കെ അദ്ദേഹം ഉണ്ടാക്കി തീർത്തു എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഒന്നുകൂടി പറയാം. അഥ ജനാനാം യഥായോഗ്യം, ഇപ്രകാരം ജനങ്ങൾക്ക് യഥായോഗ്യം നിവാസസ്ഥാനം ചക്രേ, നിവാസസ്ഥാനങ്ങളെ ഉണ്ടാക്കി കൊടുത്തു. ഗ്രാമാൻ, ഗ്രാമം, പുരം, പട്ടണം, പത്തനാനി, വന്നഗരങ്ങൾ, ദുർഗാണി, കോട്ടകൾ, ഘോഷാൻ, ഇടയച്ചേരികൾ, വ്രജാൻ, പശുക്കൾ താമസിക്കുന്ന സ്ഥലങ്ങൾ, സേനാ നിവാസസ്ഥാനം, ശിബിരാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സേനകൾ താമസിക്കുന്ന ആകരാൻ, ഖേടഖർവടാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, ഖേടഖർവടങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പർവ്വതങ്ങളുടെ പ്രാന്തപ്രദേശങ്ങൾ, കൃഷിക്കാരുടെ സ്ഥാനങ്ങൾ, പർവ്വതങ്ങളുടെ പ്രാന്തപ്രദേശങ്ങളിലുള്ള ഗ്രാമങ്ങൾ, അതാണ് ഖേടഖർവടങ്ങൾ. ഇതിനെയൊക്കെ ചക്രേ. അപ്പോൾ ഒന്നുകൂടി പറയാം. അഥ ജനാനാം യഥായോഗ്യം നിവാസസ്ഥാനം ചക്രേ പ്രജാൻ പുരപത്തനാനി ദുർഗാണി ഘോഷാൻ വ്രജാൻ സേനാനിവാസസ്ഥാനം ഖേടഖർവടാൻ ചക്രേ ആണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെയുള്ള എല്ലാ വിഭാഗങ്ങളെയും അവിടെ ഉണ്ടാക്കി തീർത്തു. ഇനി അവസാനം പ്രാക് പൃഥോരിഹ നൈവേഷ പുരഗ്രാമാദികൽപ്പന യഥാസുഖം വസന്തി സ്മ തത്ര തത്രാകുതോഭയ. പ്രാക് പൃഥോരിഹ നൈവേഷ കൽപ്പന പുരഗ്രാമാദികൽപ്പന യഥാസുഖം വസന്തി സ്മ തത്ര തത്രാകുതോഭയ. ഇവിടെ ആ പൃഥുവിന് മുൻപ് തന്നെ ഇപ്രകാരം നഗരഗ്രാമങ്ങളുടെ സംവിധാനം നയേവ ഉണ്ടായിരുന്നതേ ഇല്ല. അപ്പോൾ ശല്യമൊന്നും കൂടാതെ ജനങ്ങൾക്ക് അതാതിടത്ത് സുഖമാവണ്ണം താമസിക്കാൻ വേണ്ടിയിട്ട് ആണ് ഇങ്ങനെയൊക്കെ ആക്കി തിരിച്ചതെന്നർത്ഥം. അപ്പോൾ പ്രാക് മുമ്പ് പൃഥോരിഹ, ഈ പൃഥുവിന് മുമ്പ് ഇപ്രകാരം നൈവേഷ, ഇപ്രകാരം പട്ടണങ്ങളും ഗ്രാമങ്ങളും ഒന്നും പുരഗ്രാമാദി അവരുടെ കൽപ്പനകളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ അതെങ്ങനെയൊക്കെ ആക്കിയിട്ട് യഥാസുഖം വസന്തി, എല്ലാവരും അവിടെ വേണ്ട സുഖത്തിൽ വസിച്ചു. സ്മ തത്രാകുതോഭയ, ആർക്കും യാതൊരു ഭയങ്ങളും ഒന്നുമില്ലാതെ അവിടെ പാർത്ത് വന്നു എന്നുള്ള പറയണം. ഇഹ ഇവിടെ പൃഥോഹ പ്രാക്, പൃഥുവിന് മുമ്പ് ഏഷ ഇപ്രകാരം പുരഗ്രാമാദി കൽപ്പന, നഗരഗ്രാമാദികളുടെ സംവിധാനം നയേവ ഉണ്ടായിരുന്നതേയില്ല. അകുതോഭയ, ശല്യമൊന്നും കൂടാതെ ജനങ്ങൾ തത്ര അതാതിടത്ത് യഥാസുഖം സുഖമാവണ്ണം വസന്തിസ്മ പാർത്തു വന്നു എന്നും കൂടി പറയാം. ഇഹ ഇവിടെ പൃഥോഹോ പ്രാക്, പൃഥുവിന് മുമ്പ് ഏഷാം ഇപ്രകാരം പുരഗ്രാമാദി കൽപ്പന, നഗരഗ്രാമാദികളുടെ സംവിധാനം നയേവ ഉണ്ടായിരുന്നതേയില്ല. അകുതോഭയ, ശല്യമൊന്നും കൂടാതെ ജനങ്ങൾ തത്ര അതാതിടത്ത് യഥാസുഖം സുഖമാവണ്ണം വസന്തിസ്മ പാർത്തു വന്നു. ഇപ്പോഴത്തെ അന്വയം വന്നിട്ട് ഇഹ പൃഥോഹ പ്രാക് ഏഷ പുരഗ്രാമാദികൽപ്പന ന ഏവ അകുതോഭയ തത്ര യഥാസുഖം വസന്തി സ്മ
എന്നുകൂടി പറയാം. ഇഹ പൃഥോഃ പ്രാക് ഏഷാ പുരഗ്രാമാദികൽപ്പന ന ഏവ അകുതോഭയഃ തത്ര തത്ര യഥാസുഖം വസന്തി സ്മ. ഇവിടെ പൃഥുവിന് മുൻപ് ഇപ്രകാരം നഗരഗ്രാമങ്ങളുടേതായിരിക്കുന്ന ഒരു സംവിധാനവും ഉണ്ടായിരുന്നതേയില്ല. ശല്യമൊന്നും കൂടാതെ അതാതിടത്ത് പ്രജകളെ സുഖമാവണ്ണം പാർത്തു വന്നു. അദ്ദേഹം ഇപ്രകാരം ആ വ്യവസ്ഥ ചെയ്തപ്പോൾ ജനങ്ങൾക്ക് അവരവർക്ക് അനുവദിച്ച ഇടങ്ങളിലെ ഭയം കൂടാതെ സുഖമാവണ്ണം വസിക്കാൻ സാധിച്ചു. പുരം, ഗ്രാമം ഇത്യാദി വിഭജനങ്ങൾ പൃഥുവിന് മുമ്പ് ഉണ്ടായിരുന്നില്ല ആണ് അവസാനത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം ആയിട്ട് പറയണത്. അപ്പോൾ പൃഥുവിന് മുമ്പ് ഇവിടെ നഗരം, ഗ്രാമം ഇങ്ങനെയുള്ള ഭേദകൽപ്പന ഉണ്ടായിരുന്നില്ല. പ്രജകളെല്ലാം ഭയമെന്യേ അതാത് സ്ഥലങ്ങളിൽ സസുഖം കഴിഞ്ഞുകൂടി. അപ്പോൾ പൃഥു മഹാരാജാവിൻ്റെ മുൻകാലത്തിൽ ഈ മാതിരി ഗ്രാമം, പട്ടണം എന്നീ പ്രകാരാന്തര വിഭാഗ കൽപ്പനയുണ്ടായിരുന്നില്ല. പൃഥുവാണ് ആദ്യമായിട്ടത് ഉണ്ടാക്കിയത്. അതുകൊണ്ട് പ്രജകൾ പലപ്പോഴും അദ്ദേഹത്തെ ആദിരാജാവെന്ന് പറയാറുണ്ട്. അപ്രകാരം ഉണ്ടാക്കപ്പെട്ട ഗ്രാമപുരാതി ഭാഗങ്ങളിൽ പ്രജകൾ നിർഭയന്മാരായിട്ട് വസിച്ചു. അപ്പോൾ ഇങ്ങനെ 32 ശ്ലോകങ്ങളോട് കൂടിയിട്ട് ആ 18ാമത്തെ അധ്യായം 18ാമത്തെ അധ്യായം ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഇത് ശ്രീമദ് ഭാഗവതേ ദ്വിതീയസ്കന്ധേ ഇത് ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ചതുർത്ഥസ്കന്ധേ പൃഥുവിജയേ 18ാധ്യായഃ. ഇങ്ങനെ 18ാമത്തെ അധ്യായം കഴിയണു. പ്രകാരം 18ാമത്തെ അധ്യായം 32 ശ്ലോകസംഖ്യയോട് കൂടിയിട്ട് അവസാനിക്കണം. ബാക്കി ഭാഗങ്ങൾ അടുത്ത ക്ലാസ്സിൽ. ഹരേ കൃഷ്ണ.